നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് കടലയുടെയൊക്കെ വലുപ്പമുള്ള ചെറിയ സോയ ചങ്ക്സ് ആണ്. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. കുറച്ച് വലുപ്പമുള്ള സോയ ചങ്ക്സ് ആണെങ്കിൽ അത് സോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടാതെ മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, 1 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മസാലപ്പൊടികൾ. നമുക്ക് ആദ്യമായിട്ട് ഈ സോയ ചങ്ക്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഈ സോയ ചങ്ക്സിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് നല്ലതുപോലെ കഴുകി ഒന്ന് വാരി വെക്കാം. ഒരു അരിപ്പയിലോട്ട് ഇതിന് ഞാൻ വാരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലോട്ട് ഇടാം. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. മുളക് പൊടിയെല്ലാം ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ചിടണം. ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് കുറച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കാം. നമുക്കിനി ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നേരത്തെ നമ്മൾ സോയ ചങ്ക്സ് വേവിച്ചപ്പോൾ അതിൽ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ മസാല വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് നല്ല എണ്ണ തെളിഞ്ഞ് വരണം. അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ കറി നമ്മൾ ബീഫൊക്കെ ഉലർത്തിയെടുക്കുന്ന പോലെ കുറേ സമയം ചെറിയ തീയിലിട്ട് നന്നായിട്ട് നമ്മൾ നല്ല വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് ഇപ്പോൾ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ചൂടോടെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.